Book of Romans, chapter 12, verse 1 and 2. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാൽ. സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പ് വാക്കാണ്. മലയാളത്തിൽ ബുദ്ധിയുള്ള ആരാധന എന്നാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ ആത്മീക ശുശ്രൂഷ. സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് രണ്ടാമത്തെ വാക്യം മറ്റൊരു ചിന്തയാ പറയുന്നത്. പിന്നെ ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സ്തോത്രം. അതുപോലെ സബ്മിറ്റ് യുവർ ബോഡി, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി. പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പിങ്ങിനായിരിക്കണം. റോമാലേഖനം 12-ാം അധ്യായമാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ബ്രീഫാക്കാം. നമ്മൾ കേട്ടിരിക്കേണ്ട അത്യാവശ്യമുള്ള ചില കാര്യങ്ങളാണ്. പ്രസംഗമല്ല, ടീച്ചിങ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. റോമൻസ് ചാപ്റ്റർ 12 മുഴുവൻ ഞാൻ കവർ ചെയ്യും ഇന്നത്തെ പ്രസംഗത്തിൽ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് ഓഫ് അല്ലെങ്കിൽ സ്പിരിച്വൽ സർവീസ് ഓഫ് വർഷിപ്പ് എന്നുള്ളതാണ് എൻ്റെ ചിന്താ വിഷയം. നമ്മുടെ ആരാധനയുടെ ആത്മീക ശുശ്രൂഷ അല്ലെങ്കിൽ ആരാധന ജീവിതം എങ്ങനായിരിക്കണം, നമ്മുടെ ആത്മീക ആരാധനാ ജീവിതം എങ്ങനായിരിക്കണം എന്നുള്ളതാണ് ചിന്താ വിഷയം. പൗലോസ് 3 കാര്യം പറയുന്നു വേഗത്തിൽ. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങൾ ഇവിടെ ഏറ്റവും ഉപയോഗിക്കുന്നത് ശരീരം, മനസ്സല്ലേ, ആത്മാവെന്നല്ല. ആത്മാവിൽ ആരാധിച്ചാൽ മതി, മനസ്സുകൊണ്ട് ആരാധിച്ചാൽ മതി എന്നല്ല പൗലോസ് പറയുന്നത്. സബ്മിറ്റ് യുവർ ബോഡീസ്, നിങ്ങളുടെ ശരീരങ്ങളെ. ആ റോമാ സഭയിലുള്ള ഒരു വ്യക്തിയുടെ ശരീരമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഒന്ന്, നമ്മുടെ ആരാധന, നമ്മുടെ ശരീരത്തിന് ഒരു വലിയ പങ്ക് നമ്മുടെ ആരാധനയുമായിട്ടുണ്ടെന്ന്, നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ആരാധനയുമായി ഒരു വലിയ പങ്കുണ്ടെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. നിങ്ങളുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. ആദ്യത്തെ വാക്ക് അതാണ്, ലിവിങ് സാക്രിഫൈസ് ആയി സമർപ്പിക്കണം. നിങ്ങളുടെ ബോഡി എന്തായിരിക്കണം? ലിവിങ് സാക്രിഫൈസ് ആയി സമർപ്പിക്കണം. വേദപുസ്തകത്തിൽ 2 ക്യാരക്ടർ, 2 ഉദാഹരണമുണ്ട് ജീവനുള്ള യാഗത്തിന്. ആരെന്ന് പറയാമോ? എന്താ ജീവനുള്ള യാഗത്തിന്റെ 2 ഉദാഹരണം വേദപുസ്തകം പറഞ്ഞിട്ടുള്ള ആർക്കെങ്കിലും അറിയാമോ? ഒന്ന്, ഇസ്ഹാക്ക്. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക് ജീവനോടിരിക്കുമ്പോൾ തന്നെ ഒരു യാഗമായി തന്നെ യാഗപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. അയച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അപ്പനും മോനും കൂടെ പോവാ. അപ്പോ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിലുള്ള മൃഗയോടൊപ്പ യഹോവ നോക്കിക്കൊള്ളും മകനെ. ആരാധന അറിയാവുന്ന മോനാ, കൊച്ചുകുഞ്ഞൊന്നും അല്ല. നല്ല പ്രായമുണ്ട്, നല്ല ചെറുപ്പക്കാരനാ, കൊച്ചുകുഞ്ഞൊന്നും അല്ല. കൊച്ചുകുഞ്ഞാണെങ്കിൽ പപ്പ പറയുന്നത് കേട്ടോളും, അല്ലേ? അല്ല, പിള്ളേരൊക്കെ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഞാൻ പറയണം കേൾക്കുവായിരുന്നു. ഇപ്പൊ എനിക്ക് പ്രതികരിക്കാനൊക്കെ അറിയാം. അല്ല, പിള്ളേർ വളർന്നു കഴിയുമ്പോഴേ. പണ്ട് പപ്പ പറയുന്നതല്ല എനിക്ക് ഞാൻ കേൾക്കുമായിരുന്നു. ഞാനിപ്പം വളർന്നു, എനിക്ക് 18 വയസ്സായി, 20 വയസ്സായി. എപ്പോഴും ഇങ്ങനൊന്നും കേട്ടോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. കല്ല് പറയുന്ന വളരുമ്പം പറയുന്ന അന്നേരം പപ്പ അറിയുന്നത്, ഇവൻ വളർന്നു പോയോ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നീ വളർന്നു. അപ്പം ശ്രദ്ധിക്കണേ, അപ്പനും അമ്മയും എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും കുറഞ്ഞവരാണെങ്കിലും അപ്പൻ്റെയും അമ്മയോളം വളരത്തില്ല ഒരു മക്കളും. അത് ശ്രദ്ധിച്ചാൽ എന്താ, അപ്പനും അമ്മയും ആ ദൈവം കഴിഞ്ഞാൽ അടുത്ത് അവരാ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്. വിദ്യാഭ്യാസമൊന്നും വളർച്ചയൊന്നും കാണിക്കുന്നതല്ല. അതൊക്കെ ടെമ്പററി ഒരുമാതിരി നോളജ് എന്നേ ഉള്ളൂ. അതൊന്നുമല്ല. അപ്പൻ്റെ അമ്മയുടെ ഒന്നും അത്രയും. ഇപ്പം നാളെ നിങ്ങളും അപ്പനും അമ്മയാകും, നിങ്ങളുടെ മക്കൾ അങ്ങനെയാണ്. അതാ പഠിച്ചു വരണ്ടേ. അപ്പം ദൈവത്തോളം ആരും വളർത്തില്ല, ഒരു ഗുരുവിനോളം ആരും വളർത്തില്ല.
ഒക്കെ ഒരു ഓർഡർ, ദൈവം ആക്കി വെച്ചേക്കുന്ന ഓർഡർ ഉണ്ടെന്ന്. ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഓർഡറുണ്ട്. ഏത് ഗുരുവും ഒരു ശിഷ്യന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരു ശിഷ്യനും ആ ഗുരുവിൻ്റെ തലേ കയറിയിരുന്ന ട്രെയിനിങ് നടത്തുന്നില്ല. പിന്നെ നല്ല ഒരു സ്പിരിച്വൽ ഓർഡറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലിയവർ. നിങ്ങളുടെ വീട്ടിൽ ദൈവം കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഗുരുക്കന്മാർ, നിന്നെ പഠിപ്പിച്ചവർ, നിന്നെ പഠിപ്പിക്കുന്നവർ, ശുശ്രൂഷകന്മാർ, അവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട് കേട്ടോ. ആ സ്ഥാനത്ത് കാണണം. നല്ല ബ്ലെസ്സിങ് ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എനിവേ, ഞാൻ ആ വിഷയം വിടുകയാണ്. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് ആദ്യം കിട്ടിയ വാഗ്ദത്ത സന്തതിയെ ദൈവത്തിന് കൊടുക്കാൻ അബ്രഹാം തീരുമാനിച്ചപ്പോൾ അബ്രഹാമിന്റെ മകൻ ക്വസ്റ്റ്യൻ ചെയ്തില്ല, ഭാര്യ ക്വസ്റ്റ്യൻ ചെയ്തില്ല. മകൻ ക്വസ്റ്റ്യൻ ചെയ്തതേ ഉള്ളൂ. അറിയത്തില്ല എന്താ പോകുന്നത്. അപ്പ മൃഗം എവിടാ? നമ്മൾ ആരാധിക്കാൻ പോകാനില്ലയോ ഇറങ്ങിയേ? 3 ദിവസമായി യാത്ര ചെയ്ത് വന്നില്ലയോ? അപ്പനൊരു കാര്യം പറഞ്ഞില്ലല്ലോ. പക്ഷെ യാഗപീഠ സ്ഥലത്ത് മോറിയ ദേശത്തെ മലയിൽ ചെന്നപ്പോൾ മോനോട് പറഞ്ഞു, നീ ആ യാഗമൃഗം, ഞാൻ നിന്നെ കെട്ടാൻ പോവാ. യാഗപീഠം ഉണ്ടാക്കുന്നതിലും മോന് സപ്പോർട്ടാ. പുറകെല്ലാം കൊണ്ടു കൊടുക്കുക, സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. വേലക്കാരെ പകുതി വഴിക്ക് ടാറ്റ പറഞ്ഞ് വെപ്പിച്ചിട്ടുണ്ട്, അവന്മാരെ കൊണ്ടുപോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ യാഗപീഠം എല്ലാം പണിതു വന്നപ്പം അപ്പം പറഞ്ഞു, നീയാണ് ലിവിങ് സാക്രിഫൈസ്, നീയാ ജീവിക്കുന്ന യാഗം. ജീവിക്കുന്ന യാഗം മിണ്ടിയില്ല. അപ്പം പറയുന്ന പോലെ ഞാൻ യാഗവസ്തുവായി കിടക്കാം. അപ്പൻ കത്തിയെടുത്ത് ഓങ്ങുക. അപ്പോഴും അലറിയൊന്നും കടഞ്ഞില്ല. കുഴപ്പമില്ലപ്പാ, അപ്പന് വിധേയപ്പെട്ട് ഞാൻ ഈ ജീവനുള്ള യാഗമായി തീരാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാതെ, അപ്പനുമായിട്ട് മല്ല് പിടിക്കാതെ, മസിൽ പിടിക്കാതെ, ഞാൻ മരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണം ശ്രമിക്കാം. പക്ഷേ ആരാധന അറിയാവുന്ന കുടുംബത്തിലെ മകൻ, ആരാധന അറിയാവുന്ന ഇസഹാക്ക് അവസാനം തിരിച്ചറിഞ്ഞു, അവന്റെ സ്വന്തം ശരീരമാ ജീവനുള്ള യാഗമായി തീരാൻ പോകുന്നു. തിരിച്ചറിഞ്ഞപ്പോൾ അവൻ തിരസ്കരിച്ചില്ല, അഡ്മിറ്റ് ചെയ്തു. ഹല്ലേലൂയ. അവന്റെ അപ്പനൊരു വിശ്വാസമുണ്ട് കേട്ടോ. ആ വിശ്വാസം മകനിലും ചലിച്ചത്. അപ്പന്റെ വിശ്വാസം എബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 11-ൽ. അപ്പം വിശ്വസിച്ചു, മരിച്ചവരെയും അവനെ എഴുന്നേൽപ്പിക്കാൻ ദൈവം വിശ്വസ്തനെന്ന് അവൻ വിശ്വാസത്താൽ എണ്ണി. അങ്ങനെയെങ്കിൽ ആ വിശ്വാസം ഇസ്ഹാക്കിനുണ്ട്. അപ്പന്റെ വിശ്വാസം, ഞാൻ ചത്താലും ജീവിക്കും, എന്റെ കുഴിമാടത്തിൽ നിന്നും ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും, എന്റെ പൊടിയിൽ നിന്ന് എന്നെ നിവർത്തിക്കും. അതൊന്നും സ്തോത്രം, എന്റെ യാഗത്തിന് തടസ്സമല്ല, എന്റെ പ്രതികൂലങ്ങൾ തടസ്സമല്ല. എന്നെ ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. ഇതാണ് ലിവിങ് സാക്രിഫൈസ്. അയ്യോ, ഇവിടെ ആരാധിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഞാനൊരു കാര്യം പറയാം. സൺഡേയിൽ ആരാധിക്കാൻ വരുമ്പോൾ ആരാധിക്കാൻ വേണ്ടി പ്രിപ്പറായി വരണം. കൈ അടിച്ചാൽ താഴെ പോകുന്ന ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് വരരുത്. കണ്ണാടിയൊക്കെ ധരിക്കുന്നവർ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി പിടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും കണ്ണാടിയൊക്കെ എടുത്തിട്ട് വെച്ച് ചിലരുടെ വാച്ച് തടസ്സമാണ്. വാച്ച് ഊരിവെക്ക തടസ്സമുള്ളതൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നല്ലേ, എനിക്ക് തന്നെ ഇവിടെ വെച്ചേക്കാം. സ്തോത്രം. ചിലർക്ക് ആരാധിക്കാൻ വയ്യ, ആരാധിക്കുമ്പം അത് സെറ്റാകുന്നില്ല. ഞാൻ എടുത്തിരിക്കുന്ന സാരിക്ക് ബുദ്ധിമുട്ട് വരും. ഡ്രസ്സ്, മേക്കപ്പ് ഇട്ടെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ കാണാം മുഖം എല്ലാം വേണ്ടി. പാഷമാരൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ചിലരൊക്കെ പ്രാർത്ഥിച്ച് മുഖത്തോട് കണ്ണുനീരോട് വന്നു കഴിഞ്ഞാൽ പറയണ്ട, മേക്കപ്പൊക്കെ ഇങ്ങനെ ലൈനായിട്ട് പിന്നെ കരിയും എല്ലാം കൂടെ പിടിപ്പിച്ച് പാഷന് ഒരു നോട്ടമാണ് കരഞ്ഞോണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കൊന്നും ഗതികേട് വരുത്ത്. ആരാധിക്കാനാ ഞാൻ പോകുന്നേ. ഒരു പക്ഷേ ഞാൻ കരഞ്ഞു നിന്നിരിക്കും, ഞാൻ ഡാൻസ് ചെയ്ത് നിന്നിരിക്കും, ഹല്ലേലൂയ, ഞാൻ കൈയടിച്ച് പ്രാർത്ഥിച്ചു നിന്നിരിക്കും. എനിക്ക് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിസിക്കൽ അറ്റ്മോസ്ഫിയർ വേണം ആരാധനയിൽ. ചില പിള്ളേർക്കൊന്നും ഇരിക്കാൻ വയ്യ, കസാരയൊക്കെ ഉള്ളതുകൊണ്ട് ഇരിക്കുന്നു. എൻ്റെ ദൈവമേ, തറയിലൊക്കെ ഒന്ന് ഇരിക്കും. ആമയും മുട്ടുകുത്തിയൊക്കെ ഇരിക്കാൻ പുതിയ തലമുറയ്ക്ക് മുട്ടുകുത്താൻ അറിയാമോ? ഇല്ല, ഇരിക്കാൻ പോലും അറിയത്തില്ല. സ്തോത്രം. മുട്ടുകുത്തി കഴിഞ്ഞാൽ ചിരട്ടയൊക്കെ പോകുന്ന അവർ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ചിരട്ടയ്ക്ക് പോലും, മുട്ടിൻ്റെ ചിരട്ടയെ മുട്ടുകുത്തിയൊക്കെ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കണം, മുട്ടുകുത്താനൊക്കെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മുഴക്കാലം മടക്കി ചമ്പളപ്പൂട്ടൊക്കെ ഇട്ടിരുന്ന്
എവിടെ ഇരിക്കാനാ ഇല്ലേ? ഒന്നിരുന്ന് നോക്കണം. ദൈവമക്കളെ, ആരാധിക്കാൻ ഇവിടെ ലിവിങ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ മുറിയപ്പെടാൻ, കഷ്ണമായി മുറുക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഇവിടെ നമുക്കൊന്ന് കൈയടിക്കാൻ ബുദ്ധിമുട്ടാണ്. കൈയടിക്കാൻ പറയുമ്പോൾ കൈ കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല. ലിവിങ് സാക്രിഫൈസ്, നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ലിവിങ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരം ദൈവത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെടുത്തണം. നിന്റെ ഫിസിക്ക്, നിന്റെ ബോഡി ജീവനുള്ള യാഗമായി ദൈവം പ്രവർത്തിക്കേണ്ടതിനെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്കോട്ട്ലൻഡിൽ ഒരു കർത്താവിന്റെ ദാസൻ, പ്രായമുള്ള ദൈവദാസനാണ്. പുള്ളിക്കാരനെ മാറ്റാൻ സഭ തീരുമാനിച്ചു. കാരണം പുള്ളിക്കാരൻ്റെ ശുശ്രൂഷയിൽ ഒരാത്മാവ് പോലും രക്ഷിക്കപ്പെടുന്നില്ല. പ്രസംഗം ഭയങ്കര ബോറുവാണ്. അപ്പം കമ്മിറ്റി തീരുമാനിച്ചു പാസ്റ്ററിനെ മാറ്റാനുള്ള കാരണം പറഞ്ഞത് സഭ വളരുന്നില്ല. അപ്പം കമ്മിറ്റി വിളിച്ചു, അദ്ദേഹത്തെ കാര്യം ധരിപ്പിച്ചു. പാസ്റ്ററെ, ഞങ്ങളിങ്ങനെ തീരുമാനം എടുത്തപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലല്ല, എനിക്കൊരാത്മാവിനെ കിട്ടിയായിരുന്നു. ഒരാത്മാവ് രക്ഷിക്കപ്പെട്ടായിരുന്നു. ആരാ? അപ്പം വി ബോബി നിരത്തപ്പേര് വിളിക്കുന്നൊരു പയ്യനുണ്ട്. വി ബോബി, ഇംഗ്ലീഷ് ഓരോ ഭാഷയാണ്. വി ബോബി ഉണ്ടല്ലോ, കൊച്ചു പയ്യന. വി ബോബി കൊച്ചു പയ്യന. ഇവൻ രക്ഷിക്കപ്പെട്ടു. 8 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. കൊച്ചു പയ്യന. 8-7 വയസ്സ്, 6-7 വയസ്സ്. അതെപ്പോഴാണ് രക്ഷിക്കപ്പെട്ടെ? അന്ന് പണ്ട് കാലത്ത് നമ്മുടെ സംഭവം ഇന്നത്തെ പോലല്ല. അന്ന് ഒരു വലിയ സ്റ്റീലുണ്ടാക്കിയ ഒരു തുറന്നിരിക്കുന്ന വിശാലതയുള്ള ഒരു പാത്രത്തിലാണ് സ്വത്രാഴ്ച എടുക്കുന്നത്. അപ്പൊ ഈ വി ബോബി എന്ന് പറഞ്ഞ പയ്യൻ സ്വത്രാഴ്ച എടുക്കുന്ന സമയത്ത് ഈ സ്റ്റീൽ പാത്രത്തിൽ കയറി അങ്ങ് നിന്നു. എന്നാൽ അവന് കയറി നിൽക്കാം, കൊച്ചു പയ്യനാണ്. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഇതാണ്, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഞാൻ എന്നെ തന്നെ അങ്ങ് തരികയാണ്. ഈ വി ബോബി ഞാൻ എന്നെ തന്നെ സഭയ്ക്കും നിനക്ക് നന്നേക്ക് വന്നു. എൻ്റെ പൈസയില്ല. പാസ്റ്റർ സ്വത്രാഴ്ച എടുക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ സ്വത്രാഴ്ച പാത്രത്തിൽ കയറി. എൻ്റെ ജീവിതം ദൈവത്തിന്, ഞാൻ എന്നെ തന്നെ ജീവനുള്ള യാഗമായി തന്നേക്കാന്ന് പറഞ്ഞു. പിന്നീട് ഈ വി ബോബി എന്ന് വിളിക്കപ്പെട്ട ഈ കൊച്ചു പയ്യനാണ് ശ്രേഷ്ഠദാസനായി മാറിയ റോബർട്ട് മൊഫാത്ത് എന്ന് പറയുന്ന ദൈവദാസനാണ് ഡേവിഡ് ലിവിങ്സ്റ്റോൺ. കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കയുടെ മണ്ണിൽ ആഫ്രിക്കൻ പരുക്കളെ സൗഖ്യമാക്കിയ അപ്പോസ്തലൻ. ഡേവിഡ് ലിവിങ്സ്റ്റോൺ മരിച്ച സ്ഥലം അദ്ദേഹം പോയി നിൽക്കാൻ, അവിടെ പോയി ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ദൈവം എനിക്ക് ഈ വർഷം ടാൻസാനിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് പോയപ്പം ഭാഗ്യം തന്നു. അദ്ദേഹം 1400 കിലോമീറ്റർ നടന്ന്, രക്തം ഒഴുകുന്ന പാദങ്ങളോടുകൂടെ നടന്ന്, അവസാനം അദ്ദേഹം മരിച്ച സ്ഥലം, അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്മാരകം, അവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കുവാനിടയായി. ഡേവിഡ് ലിവിങ്സ്റ്റോന്റെ വലങ്കയായി കൂടെ നിന്ന ഇവാഞ്ചലിസ്റ്റായി ഈ റോബർട്ട് മഫോത്ത്, ഈ വി ബോബി പയ്യൻ സ്വത്രാഴ്ചപാത്രത്തിൽ കയറി നിന്നവനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ആ പയ്യൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, കൊച്ചു പയ്യനാ. ഞാൻ എന്നെ തന്നെ സ്വത്രാഴ്ചയിൽ കൊടുത്തിട്ടുള്ളൂ ദൈവത്തിന്. നിന്റെ ജീവിതം, നിന്റെ ശരീരം ദൈവത്തിന് ജീവനുള്ള, രണ്ടാമത്തെ ജീവനുള്ള യാഗം നമ്മുടെ നാഥനായ കർത്താവ് കാൽവറിയിലെ ക്രൂശിൽ, സ്തോത്രം സ്തോത്രം സ്തോത്രം, പൂർണ്ണ ആരോഗ്യവാനായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, മുതൽ അടിക്കപ്പെട്ടവനായി, കണ്ടാൽ ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവനായി, ശരീരം മുഴുവനും മുറിവേറ്റവനായി, കാലിനും പാണിയാൽ തറയ്ക്കപ്പെട്ടവനായി, ഇരുകള്ളന്മാരുടെ നടുവിൽ അവൻ, ഹല്ലേലൂയ, ലോക മനുഷ്യന്റെ പാപപരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ തന്റെ ശരീരം സമർപ്പിക്കുന്നത്. ആരെയും കൊണ്ടുപോയി കൊന്നിട്ട് കൊണ്ട് തൂക്കിയതല്ലവനെ. യേശു പൂർണ്ണ ജീവനോടെ ആ കുരിശിൽ യാഗമായി അവസാനം യേശു കർത്ത പറയുന്നുണ്ട്, എന്റെ പ്രാണനെ പിതാവേ നിന്റെ കയ്യിൽ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കും. രണ്ടാമത്തെ ജീവനുള്ള യാഗത്തിന് ഉദാഹരണമാ ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റുവാൻ വന്ന യേശു കർത്താവ്. ജീവനുള്ള യാഗം, പരമയാഗം, പൂർണ്ണയാഗം, അവൻ വിജയയാഗമായി എനിക്കും നിനക്കും വേണ്ടി എന്നും ഇനിയും വേറൊരു യാഗം ആവശ്യമില്ല. He became the complete victorious sacrifice for us on the cross of Calvary.
യേശു കാൽവറിയിൽ ഇതൊക്കെ തന്റെ ശരീരത്തിൽ സഹിക്കുമ്പോൾ ഓർത്തോണം, ആ ശരീരം എന്ത് വേദന സഹിച്ചു, ആ ശരീരം വേദന സഹിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതാ ആരാധന. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ ഒരു വേദന സഹിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇത്രയും കർത്താവ് ഇങ്ങനെ ഒരു ആരാധന നിനക്ക് വേണ്ടി കാൽവറിയിൽ തന്നത്, ഈ ശരീരം നിനക്ക് ദൈവം തന്നിരിക്കുന്ന ശരീരത്തിൽ. പൗലോസ് ഇപ്പം സഭയോട് പറയുന്നു, 2 ക്യാരക്ടർ ജീവനുള്ള യാഗമായി സമർപ്പിച്ച ചരിത്രം ബൈബിളിൽ കിടക്കുമ്പോൾ സഭയോട് പറയുന്നു, നിങ്ങളും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ വേദനയുണ്ടെന്നും പറഞ്ഞ് സഭായോഗത്തിന് വരാതിരിക്കരുത്. കാല് വയ്യാന്നും പറഞ്ഞ് വന്നിരിക്കരുത്. കൈ പൈസ ഇല്ലെന്ന് പറഞ്ഞ് വരാതിരിക്കരുത്. അയ്യോ എനിക്ക് പനിയാ, എവിടെയെങ്കിലും ഒരു പനി ഉണ്ടോ എന്ന് നോക്കി നടക്കും. എന്തിനാ നാളെ പനിയാന്ന് പറയാൻ? മഴ ഉണ്ടോ? മഴയില്ലെങ്കിൽ പോകാം, മഴയില്ലെങ്കിൽ വിളിച്ചു വരുത്തും. സ്തോത്രം. ഞായറാഴ്ച ആകുമ്പോഴത്തേന് കാലുമുട്ട് വേദന, കൈമുട്ട് വേദന, തലവേദന. ശനിയാഴ്ച വരെ ഒരു കുഴപ്പമില്ല. സ്തോത്രം. അവർ എഴുന്നേക്കാൻ വയ്യ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥന സമയമാകുമ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടാണ്. ഈ എന്താ പറയുക, കാർമേഘം വരുന്നത് പോലെ വണ്ടി പിടിച്ച പ്രശ്നങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത്. കാരണം നാളെ കോട്ടയം മീറ്റിംഗാണ്. അയ്യോ ഇന്നേ വണ്ടി പിടിച്ച പ്രശ്നം വരും, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ജീവനുണ്ടെന്ന് കാണിക്കാൻ ചോദിക്കും. പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു നമ്മുടെ സഭയിൽ. സ്പെഷ്യൽ പ്രയർ, എന്നാൽ സ്പെഷ്യൽ പ്രയർ വെക്കുമ്പോഴോ ആളിനെ പോലും കാണത്തില്ല. എനിക്കറിയാമോ എന്തോ പ്രശ്നങ്ങളാണ്. സ്തോത്രം. ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കണം എന്ന് പറഞ്ഞ, നീ ദൈവത്തിന്റെ ജീവനുള്ള യാഗമാണോ നിന്റെ ശരീരം? എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ആരാധിക്കുന്നുണ്ട്, കർത്താവിന്റെ ഉള്ളിൽ അറിയുന്നുണ്ട്. അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. പണ്ട് പിശാച് യേശുവിനോട് ചോദിച്ചതുപോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. യേശുവിനെ പരീക്ഷിക്കാൻ നേരത്തെ പിശാച് വചനമില്ല ഉപയോഗിച്ചത്. പുള്ളി എന്ത് നല്ല സ്കോളറാണെന്നറിയാം വചനത്തിൽ. കർത്താവിനെ പഠിപ്പിക്കാൻ ചെല്ലുക, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ ചിലർ വചനം കണ്ടുപിടിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവനല്ലേ ഭാഗ്യവാനെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലയോ? അപ്പം ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്തിട്ട് കാര്യം, അത് അവിടെ പിടിച്ചോളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ ഭാഗത്ത് പറഞ്ഞു, ഇതും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരത്തെ ജീവനും അതും പറഞ്ഞിട്ടുണ്ട്. അല്ല ഇത് പറയത്തില്ല. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആത്മീകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങനെ പറഞ്ഞ കാര്യമില്ല. ബൈബിള് ക്ലിയറി പറയുന്നു, റിയലി പറയുന്നു, നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി, ജീവനുള്ള യാഗമായി. നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നീ മഹത്വപ്പെടുത്തണം. നിന്റെ ശരീരം ഡിസിപ്ലിൻ ചെയ്യേണ്ട രീതി ഡിസിപ്ലിൻ ചെയ്യണം. നിന്റെ ശരീരത്തിന്റെ രോഗം നീ ആരാധിക്കുമ്പോൾ സൗഖ്യമാകണം. നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമുള്ള ഒരു ശരീരമാകണം. നിന്റെ ശരീരത്തിൽ വസിക്കുന്ന രോഗാത്മാവ്, നിന്റെ ശരീരത്തിനകത്ത് മറിഞ്ഞു കിടക്കുന്ന രോഗാത്മാവ്, ദുരാത്മാവൊക്കെ ഇറങ്ങിപ്പോകണം. സ്തോത്രം, സ്തോത്രം. നിന്റെ എല്ലിനകത്ത് വസിക്കുന്ന, നിന്റെ ജോയിൻസിൽ വസിക്കുന്ന, നിന്റെ ശരീരത്തിൽ വസിക്കുന്ന എല്ലാ ദുരാത്മാവിന്റെ വാസങ്ങൾ മാറിപ്പോകണം. രോഗാത്മാവിനൊന്നും ജീവനുള്ള യാഗമായി നിന്റെ ശരീരം കൊടുത്താൽ രോഗാത്മാവിനൊന്നും സ്ഥാനമില്ല. നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാ. പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ വസിക്കുന്നു. 1 കൊരിന്ത്യർ 3:19, 16-19, 1 കൊരിന്ത്യർ 6-ാം ഹല്ലേലൂയ 16-19 ഒക്കെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. കൈവച്ച് പറ, എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ബിക്കോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ശരീരം കൊണ്ട് ഞാൻ ജീവനുള്ള യാഗമാകാൻ ആഗ്രഹിക്കുന്നു. എന്റെ നാവ് ഇടപെടാതെ സ്തോത്രം ചെയ്യുന്ന നാവായി, എന്റെ കയ്യും എന്റെ കാലും എന്റെ ശരീരം മുഴുവനും, എന്റെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ റോമർക്കെതിരെ 6-ാം അധ്യായം അനുസരിച്ച് എന്റെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം നീതിയുടെ ഉപകരണങ്ങളായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Lord, I will submit all the members of my physical body as the members of righteousness, as the tools of righteousness to God.
ദൈവത്തിന്റെ നീതിയുള്ള ആമേൻ ഉപകരണങ്ങളായി ദൈവത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിന് സമർപ്പിക്കാത്ത ശരീരം ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് മകൾ ദൈവം നിന്നോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. കൈയിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തതിന്റെ കാരണം പച്ചക്കറി കൊടുത്തതുകൊണ്ടല്ല. ഹല്ലേലൂയ. ദൈവത്തിന് പച്ചക്കറി വെജിറ്റബിൾ ഇഷ്ടം, വെജിറ്റബിൾ മാത്രമേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് കൈയിനോട് ദൈവത്തിന് ഇഷ്ടം തോന്നിയില്ല, അതല്ല കാരണം. കൈയിന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദം വന്നില്ല. ആബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ കാരണം ദൈവം ഒറ്റ കാര്യം പറയുന്നു: നീ നന്മ ചെയ്യുകയും ഞാൻ പ്രസാദിക്കുകയില്ലയോ? ഇതാ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. നിന്റെ വാതിൽക്കൽ നീ അങ്ങോട്ട് ചെല്ലുമ്പം നിന്നെ സ്വീകരിക്കാൻ, നിന്നെ മാറോടണയ്ക്കാൻ നിന്റെ വീട്ടിൽ ഒരു പാമ്പിനെ പോലെ പതിയിരിക്കുന്ന പാപത്തിന്റെ ശക്തികളെ കൊണ്ട് അതിന്റെ ഇഷ്ടം നിന്നോടാകുന്നു. നിന്നെ ഇഷ്ടപ്പെടുന്ന പലതും നിന്റെ വീട്ടിൽ കിടപ്പുണ്ട്. നീ അതിനോടൊപ്പം കിടന്ന് ഉറങ്ങുന്നേ. നീ ആ പാപ കെട്ടുവായിട്ട് കിടന്ന് ഉറങ്ങുന്നേ. നീ ആ പാമ്പിനോട് ചേർന്ന് ഉറങ്ങുന്നേ. ഈ പാമ്പ് നാളെ നിന്നെ കടിക്കുന്ന സമയം വിദൂരമല്ല. ഇവിടെയൊക്കെ വിളിച്ചു പറയുന്ന ദൂതൊക്കെ പ്രവചന ദൂത വേണം ഏറ്റെടുത്തു. ഈ കൂടെ കിടക്കുന്ന പാമ്പ് നിന്നെ താമസിക്കാതെ കടിക്കാൻ പോവാ. സ്തോത്രം, 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 സ്തോത്രം. അതിന്റെ ഇഷ്ടം നിന്നോടാ. പ്രാർത്ഥിച്ച് ജയമെടുത്താൽ നിനക്കൊരു അനുഗ്രഹമായി. നിന്റെ വീടിനകത്ത് നിന്നെ ബന്ധിച്ചിരിക്കുന്ന പാപശക്തിയുണ്ട്, പാമ്പിന്റെ ശക്തിയുണ്ട്, അന്ധകാര ശക്തിയുണ്ട്. സമർപ്പിച്ചാൽ നിനക്ക് വിടുതല. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ വീടിനകത്ത് പ്രാർത്ഥന നടക്കാതിരിക്കാൻ, നിന്റെ വീട്ടിനകത്ത് നീ ആരാധിക്കാതിരിക്കാൻ, നിന്റെ വീട്ടിനകത്ത് പാപശക്തി, പൈശാചിക ശക്തി അഴിഞ്ഞാടുമ്പോൾ ഇന്ന് പകൽ നിന്റെ ജീവിതം, നിന്റെ സമർപ്പണം, നിന്റെ കുടുംബം ദൈവകരങ്ങളിൽ ജീവനുള്ള യാഗമായി കൊടുക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു. പഴയ നിയമത്തിൽ യസ്ഹാക്ക് തന്റെ ജീവിതം കൊടുക്കുമ്പോൾ അപ്പ എന്ത് വേണേലും ചെയ്തു, ഞാൻ മരിക്കാനും തയ്യാറാ, എനിക്ക് ഈ ശരീരത്തിന്റെ മേൽ അവകാശമൊന്നുമില്ല, ഞാൻ ഈ ശരീരം ദൈവത്തിന് ഗിഫ്റ്റാണ്. പൗലോസ് പറയുന്ന ഒരു ഭാഷയുണ്ട്: ഇനി ഞാനല്ല, ക്രിസ്തു എന്ന് ജീവിക്കും. ഇത് ഇനി ശരീരം എന്റേതല്ല, ഇത് കർത്താവിന്റെ. ആ ക്രിസ്ത്യ ജീവിതം. നിന്റെ ശരീരം നിന്റേതാന്ന് പറഞ്ഞ കൊണ്ട് നടക്കണോ? ഇപ്പൊ നിന്റേതാന്ന് പറഞ്ഞ് കൊണ്ട് നടന്നാൽ നാളെ ദുഃഖിക്കേണ്ടി വരും. യേശുവിന്റെ മന്ദിരമായി നിന്റെ ശരീരം കൊടുത്തേ. കർത്താവ് ഇത് നിന്റേതാ. രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ സമർപ്പിച്ച് പ്രാവശ്യം കർത്താവ് ഇത് നിന്റേതാ, ഈ ശരീരം നിന്റേതാ. ഹല്ലേലൂയ. നീ ശരീരത്തെ നോക്കുന്ന ദൈവമാ, കരുതുന്ന ദൈവമാ. എന്ന് പറഞ്ഞ നിന്റെ ശരീരത്തിന്റെ മേൽ ഒരു ദൈവിക നിയന്ത്രണം വെളിപ്പെട്ട് വരട്ടെ. നിന്റെ ശരീരത്തിന് മേൽ കിടക്കുന്ന സകല നെഗറ്റീവ് സ്വാധീനങ്ങൾ നിന്റെ ശരീരത്തെ വിട്ടുമാറട്ടെ. നിന്റെ ശരീരത്തിനകത്തേക്ക് ഒരു ദൈവിക നിയന്ത്രണം കടന്നു വരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും സമർപ്പിച്ചിട്ടില്ലാത്ത രീതിയിൽ ആഴമായി നിന്റെ ജീവിതം സമർപ്പിക്കുന്ന നിലയിലേക്ക്, ആമേൻ, ആമേൻ, നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക രീതിയിൽ, ഹല്ലേലൂയ, നിന്റെ ജന്മം തൊട്ട് ഇതുവരെയും നീ സമർപ്പിച്ചിട്ടില്ലാത്ത രീതിയിൽ നിന്റെ ശരീരം ആഴമായി ഒന്ന് സമർപ്പിക്കാൻ തക്കവണ്ണം ദൈവം നിന്റെ ശരീരത്തിൽ നിന്ന് തൊടാൻ പോവുകയാണ്. ദൈവം വില കൊടുത്ത് വാങ്ങിയ നിന്റെ ശരീരം ദൈവത്തിന്റെ കാര്യങ്ങളിൽ സമർപ്പിച്ചോണം കേട്ടോ. സമർപ്പിക്കപ്പെടാത്ത ഏതെങ്കിലും ജീവിതങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ശരീരം കൊണ്ട് സമർപ്പിക്കാതിരിപ്പുണ്ട്, സമർപ്പിച്ചോണം. നീ സമർപ്പിച്ചാൽ നിനക്ക് ബ്ലെസ്സിംഗ്. നിന്റെ മേലുള്ള പൈശാചിക അവകാശങ്ങൾ നിനക്ക് പോകും. മരണാവകാശങ്ങൾ, മരണശക്തികൾ, രോഗാത്മാക്കൾ, പൈശാചിക ശാപശക്തികൾ, നിന്റെ അപ്പനമ്മമാരിൽ നിന്നും കുടിയേറി പാർത്തിരിക്കുന്ന പാരമ്പര്യ ശക്തികൾ, അന്യാരാധനയുടെ പോരുകളൊക്കെ നിന്റെ ശരീരം വിട്ടു പോകണമെങ്കിൽ യേശുവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിനായി ദൈവത്തിന്റെ ആലയമായി നിന്റെ ശരീരം സമർപ്പിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കണ്ണുകളിൽ പതിയിരിക്കുന്ന ദുരാത്മാവ്, നിന്റെ നാവിൽ വസിക്കുന്ന ദുഷ്ടാത്മാവ്, നിന്റെ ചെവിയിൽ വസിക്കുന്ന ദുഷ്ടാത്മാവ്, നിന്റെ അവയവങ്ങളിൽ വസിക്കുന്ന ദുരാത്മാവ് വിട്ടുമാറണമെങ്കിൽ നീ സമർപ്പിക്കണം ശരീരം.
യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിനക്ക് മാറണമെന്നുണ്ട്, വിട്ടുമാറണമെന്നുണ്ട്, നിന്നെ പിന്നോട്ട് വലിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശരീര അവയവങ്ങളിൽ കുടിവാർക്കുന്ന ആ ദുരാത്മാവിനെ, ആ പാപശക്തിയെ, ആ ദുഷ്ടശക്തിയെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക, റിനൗൺസ് ചെയ്യുന്ന പകൽ. വേണ്ടാത്തത് കാണാൻ ശ്രമിപ്പിക്കുന്ന, വേണ്ടാത്തത് കേൾക്കാൻ ശ്രമിപ്പിക്കുന്ന, വേണ്ടാത്തത് പറയാൻ ശ്രമിപ്പിക്കുന്ന, ആമേൻ ആമേൻ, നിന്റെ നാവിലും കണ്ണിലും ചെവിയിലും ഒക്കെ കുടിവാർക്കുന്ന, ഹല്ലേലൂയ, ആമേൻ, ആ പോരുകളിൽ നിന്നും ജയം തരണമെന്നത് ശരീരം. ഇതുപോലെ എത്ര പേർ തയ്യാറാണ്? എന്റെ ശരീരത്തെ കർത്താവേ, മരിച്ചു കഴിയുമ്പം പുള്ളിക്കാരൻ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, എന്ത് നല്ല വിശുദ്ധനായിരുന്നു എന്ന് പറയുന്ന സാക്ഷിയല്ല നിനക്ക് വേണ്ടത്. ജീവനോടിരിക്കുമ്പോൾ എന്റെ ശരീരം കർത്താവേ ഞാൻ സമർപ്പിക്കുന്നു. രണ്ടാമത്തെ ചിന്ത, മൂന്നാം ചിന്ത പോയിന്റായിട്ട് പറയാൻ സമയമില്ല. ഒന്ന്, പൗലോസ് പറഞ്ഞ ആശയം, നമ്മുടെ ശരീരത്തെ എന്തായിട്ട് സമർപ്പിക്കണം? ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. രണ്ട്, വിശുദ്ധയാഗമായി സമർപ്പിക്കണം. ദിവസത്തിൽ ആ വാക്യമുണ്ട്, 12-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ച്. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 3 to 8. അതാണ് വിശുദ്ധയാഗത്തിന്റെ വ്യാഖ്യാനം. പറയുന്നു ഉണ്ടല്ലോ, ഒന്നല്ല. നമുക്ക് ദൈവം തന്നേക്കുന്ന ചില ആത്മീയ ശുശ്രൂഷകളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12 കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ആത്മീയ ശുശ്രൂഷയാണ്. ദൈവം നന്നായി സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന, വിശുദ്ധന്മാർ കൊടുത്തിരിക്കുന്ന ആത്മീയ ശുശ്രൂഷയുടെ കുറച്ച് ലിസ്റ്റ് ബ്രീഫാക്കി ഒരു ഗുളിക രൂപത്തിലാക്കി വെച്ചിരിക്കുക. സ്തോത്രം. തുടക്കത്തിലെ പൗലോസ് പറയുന്നു, ഭാവിക്കേണ്ടതിന് മീതെ ഡോണ്ട് തിങ്ക് ഹൈലി അബൌട്ട് യു. വാക്കിന്റെ അർത്ഥം, ചില ആൾക്കാരൊക്കെ ഞാൻ എന്തോ വലിയൊരു സാധനമാണ് പറഞ്ഞ് ചിന്തിച്ച് നടക്കുന്നത്. ഡോണ്ട് തിങ്ക് ഹൈലി. പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന 3-ാമത്തെ വാക്യം തന്നെ അത് ഇമ്പോർട്ടന്റ് വാക്യമാണ്. ദൈവത്തിന്റെ വിശുദ്ധിയുള്ള ഒരു യാഗമായി വിശുദ്ധ യാഗ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കണമെങ്കിൽ ഇതാണ്. വിശുദ്ധന്മാരെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന ശുശ്രൂഷയാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ആദ്യം അതിനെന്ത് വേണം? ശരീരത്തെ ആദ്യം ലിവിങ് സാക്രിഫൈസായി സമർപ്പിക്കണം. ഈ ശരീരം സമർപ്പിക്കാത്തവനൊക്കെ ശുശ്രൂഷയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ശരീരം സമർപ്പിക്കാത്തവനെയൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പോവും. പ്രീസല്ലോ. അപ്പൊ ശരീരം ആദ്യം ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. 2, വിശുദ്ധ യാഗ ശുശ്രൂഷയിലേക്ക് നീ പ്രവേശിക്കണം. അപ്പൊ ശരീരം വഴങ്ങാത്ത, ദൈവത്തിന് കീഴടങ്ങാത്ത, മാനസാന്തരപ്പെടാത്ത വ്യക്തികളെ കൊണ്ടൊന്നും ആത്മീയ കാര്യങ്ങളിലൊന്നും സ്വോത്രകാഴ്ച സഞ്ചി പോലും കൊടുക്കലെന്ന അവന്റെ കയ്യിൽ കൊടുക്കല്ലെന്ന. സ്തോത്രം. അങ്ങനെയാണ്. സ്തോത്രകാഴ്ച വരെ എടുക്കണമെങ്കിൽ അഭിഷേകം വേണം. ഹല്ലേലൂയ. സഭാപരമായ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡെഡിക്കേറ്റഡ് വ്യക്തികളെ കൊണ്ട് ഏൽപ്പിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല ഇടയ്ക്ക് വെച്ച് കൂടി ഇട്ടിട്ട് പോകും, ഇടയ്ക്ക് വെച്ച് വായു വരുന്നൊക്കെ വിളിച്ചു പറയും, കാര്യങ്ങൾ നടക്കത്തില്ല. ദൈവം ഉപയോഗിക്കത്തില്ല. അൺലെസ് ഗോഡ് യൂസ് യു. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തമായിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഉപയോഗിക്കാതെ പറ്റത്തില്ല. ദൈവം ഉപയോഗിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഉപയോഗിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം ആദ്യമേ യാഗമായി തീരണം, ലിവിങ് സാക്രിഫൈസ് ആകണം. വിശുദ്ധ യാഗ ശുശ്രൂഷ 3 മുതൽ 8 വരെയുള്ള വാക്യത്തെ നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. പലർക്കും പല ശുശ്രൂഷകളാണ്. നമ്മളെല്ലാം ശരീരത്തിലെ അവയവങ്ങളാണെങ്കിലും ഓരോ മെമ്പേഴ്സിനും ഓരോ ശുശ്രൂഷകളാണ്. അവരവർക്ക് ലഭിച്ച വരം ലഭിച്ചതുപോലെ, കൃപ ലഭിച്ചതുപോലെ അവർ ചെയ്യട്ടെ. സ്തോത്രം. അവർ ചെയ്യട്ടെ. കരുണ ചെയ്യുന്നവരുണ്ട്, ശുശ്രൂഷ ഡയറക്റ്റ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരുണ്ട്, പ്രബോധിപ്പിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. വിവിധങ്ങളായ ശുശ്രൂഷയുടെ ലിസ്റ്റ് വീട്ടിൽ പോയി ഈ ബരോബയിലെ ദൈവമക്കൾ ചെയ്ത പോലെ വീട്ടിൽ പോയി ഈ അധ്യായം ശരിക്കും ഒന്ന് ധ്യാനിക്കണം കേട്ടോ. ഭാഷ പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണോ എന്ന്.
പരവേല വിശ്വാസികൾ പണ്ട് പ്രസംഗം കേൾക്കുക മാത്രമേ വീട്ടിൽ പോയി ഒന്നുകൂടെ ധ്യാനിക്കുവാനും ഈ ആഴ്ച ദൈവം ഞങ്ങളെ പഠിപ്പിച്ച വിഷയം ഇത് അങ്ങനെ തന്നെയാണോ അവതരത്തിന് മുമ്പേ സമർപ്പിക്കുവാനും. അടുത്ത ആഴ്ച ഈ കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ച പ്രസംഗം എന്താണെന്ന് ചോദിച്ചാൽ എന്തോ പ്രസംഗിച്ചു, ഇടിയും മുഴക്കമൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ഉണർവായിരുന്നു. എന്തായിരുന്നു ഉണർവ്? ഭയങ്കര ശബ്ദമായിരുന്നു. അതായിരുന്നു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാ ഇടിയും മുഴക്കമൊക്കെ ആയിരുന്നു അറിയാമോ? അത് എന്നാ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വെടിയുണ്ടയില്ലാത്ത ഒരു വെടിയും പ്രയോജനമില്ല. അകത്തുണ്ടോ വേണം, എന്നാലേ ഉന്നം വെച്ചത് പോകത്തുള്ളൂ. സ്തോത്രം. പൊട്ടാസ് പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ, അകത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ട. ഹല്ലേലൂയ. അപ്പോഴേ വിശുദ്ധ ശുശ്രൂഷ അതിന്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരരുത്. ഞാൻ എന്തോ ആണ്, ഞാനാണ് വലിയ, എന്നെക്കാളും മറ്റാരും ഇല്ല എന്ന ചിന്തയുള്ളവന്മാരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കരുതെന്ന് ദിവസം പറഞ്ഞേക്കുന്നേ. ഡോണ്ട് തിങ്ക് ഹൈലി അബൌട്ട് യു. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ, മറ്റുള്ളവരുമായിട്ട് തുല്യത കാണിക്കാൻ, നിന്റെ സഹോദരൻ നിന്നെക്കാൾ ശ്രേഷ്ഠമെന്ന് എണ്ണാൻ. ആ കാഴ്ചപ്പാടിൽ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ, വ്യത്യസ്ത വരങ്ങൾ എടുത്ത് ദൈവം നിന്നെ ഏൽപ്പിച്ചത് ചെയ്യണം. മറ്റുള്ളവൻ ചെയ്യുന്നതിലേക്ക് കൈയെടുക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവനെ പോലെ ആകാൻ ശ്രമിക്കരുത്. ദൈവം ഏൽപ്പിച്ചത് ഇതാണെന്ന് ബോധ്യം വന്ന് അതിൽ വിശ്വസ്ത കാണിക്കണം. മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുമ്പോഴാണ് നിരാശപ്പെടുന്നുണ്ട്. എനിക്ക് അവരാകണമെന്ന്. പിള്ളേരൊക്കെ പഠിക്കുമ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് അവനാകണം. പണ്ട് സാത്താൻ പറഞ്ഞാൽ അവനെക്കാട്ടിൽ മുകളിൽ കയറി വെക്കണം, മേളിൽ കയറിയിരിക്കണം എന്നൊക്കെയാ പറയുന്നത്. അവനായ മാത്രം പോരാ, അവനെക്കാട്ടിൽ വലിയവനാകണം. നമ്മൾ കർത്താവിൽ വലിയവരാകുക. നമ്മൾ ക്രിസ്തുവിൽ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം ഇതായിരിക്കണം. നെവർ തിങ്ക് ഹൈലി അബൌട്ട് യു. അപ്പം നമ്മുടെ ഹാർട്ട് എങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ദിവസം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ ശരീരം, നമ്മുടെ പേഴ്സണൽ, നമ്മുടെ ബോഡി ലിവിങ് സാക്രിഫൈസ് ആയി കൊടുക്കുന്ന വർഷിപ്പാണെങ്കിൽ, രണ്ടാമത്തെ ഹോളി ശുശ്രൂഷയിൽ, വിശുദ്ധ ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിച്ച് നമ്മുടെ ശരീരം കൊണ്ട് തന്നെ വിശുദ്ധ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കാളിത്തം വഹിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമ്മുടെ ശരീരം കൊണ്ട് തന്നെ വിശുദ്ധ ശുശ്രൂഷകളിൽ ദൈവം തന്ന വരവനുസരിച്ച് വ്യത്യസ്തമായ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കാളിത്തം വഹിക്കണം. അതാ വിശുദ്ധയാകും. കർത്താവ് ഇന്ന് രാവിലെ കാർവരിക്കുക എന്നൊരു ചിന്തയാണ്. ഞാൻ ഈ വിഷയം വേറൊരു പെർസ്പെക്റ്റീവിൽ പ്രസംഗിക്കാനിരുന്നപ്പോൾ ദൈവം എനിക്കെന്ന ചിന്തയാണ്. ഈ മൂന്ന് വിഷയവും ഈ അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട്. അതിനെ എങ്ങനെ എടുത്തും വ്യാഖ്യാനിക്കാൻ പഠിപ്പിച്ചിരുന്നു. രണ്ടാമത്തെ, നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. അതാ ഞാൻ ഒന്നാമത് പറഞ്ഞു. അത് നമ്മുടെ പേഴ്സണൽ ലൈഫ്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ശരീരം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് വിശുദ്ധ ശുശ്രൂഷകളിൽ ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക ശുശ്രൂഷകളുണ്ടല്ലോ, അതിൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പങ്കാളിത്തം വഹിക്കുന്നത്. നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ വ്യക്തിത്വം കൊണ്ട്, നമുക്ക് ദൈവം തന്ന കഴിവ്, വരം ഒക്കെ ആ ശുശ്രൂഷകളിൽ വിശ്വസ്തയോടെ ഉപയോഗിക്കണം. അവിടെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നീ നിന്നെ തന്നെ അങ്ങ് വലിയവനായി ചിന്തിക്കരുത്. അത് തെറ്റാണ്. നെവർ തിങ്ക് ഹൈലി അബൌട്ട് യു. ഞാൻ കുഞ്ഞുങ്ങളൊക്കെ പറയുകയാണ്, ചില കൗമാരപ്രായമൊക്കെ ആകുമ്പോൾ, യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആരൊക്കെയോ ആണെന്നൊരു തോന്നലുണ്ടാകും. കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ മാറിക്കും. ഞാൻ ആരൊക്കെയോ ആണെന്നൊരു തോന്നലുണ്ടാകും. ആ തോന്നലൊന്നും ദൈവസേനയിൽ കൊള്ളത്തില്ല. ഗർവം, അഹന്ത, നികളൊന്നും ദൈവസേനയിൽ വർക്കൗട്ട് ആകത്തില്ല. അതൊരു ഡിഫറൻറ്റ് സ്പിരിറ്റ് ആണ്. മൂന്നാമത്തെ ചിന്തയാണ്, വാക്യം മാത്രമേ വായിപ്പിക്കത്തുള്ളൂ, സമയമില്ല. 11-ാം അധ്യായം 9 മുതൽ അതിന്റെ അവസാന വാക്യം വരെയും ഒരാള് തെറ്റുകൂടാതെ വായിച്ച് 12 തൊട്ട് 9 മുതൽ അവസാന വാക്യം വരെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അതൊരു വാക്യമാണ് അല്ലേ? സ്നേഹം. ഇതിപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കും, കാണാൻ പഠിച്ചോണം. ഒരു 5 മിനിറ്റൂടെ ഞാൻ പ്രസംഗം തീർക്കാൻ പോവാം. 5 മിനിറ്റിനുള്ളിൽ ഈ വാക്യം കാണാൻ പഠിച്ചോണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ഞാൻ ഇതുവരെ പറഞ്ഞത്, ഒന്ന് ദൈവത്തിന് ലിവിങ് സാക്രിഫൈസ്, ജീവനുള്ള യാഗം. അതെന്താണെന്ന് പറഞ്ഞത്?
രണ്ട് ജീവനുള്ള യാഗങ്ങളെ ഉദാഹരണമാക്കി നമ്മുടെ ശരീരവും ദൈവത്തിന് പേഴ്സണൽ ലൈഫിലുള്ള ബന്ധത്തിൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം, നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. മറ്റാരെങ്കിലും ഈ ശരീരം അവകാശം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അവകാശത്തിൽ നിന്നൊക്കെ മാറ്റി ദൈവത്തിന്റെ ആലയമായി ശരീരം പ്രതിഷ്ഠിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞായറാഴ്ച മാത്രം പ്രതിഷ്ഠിച്ചാൽ പോലെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത്തെ ഹോളി സാക്രിഫൈസ്, നമ്മുടെ ശരീരത്തെ വിശുദ്ധയാഗമായി. എങ്ങനെ വിശുദ്ധയാഗം? നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമുക്ക് തന്ന കഴിവുകൾ, ദൈവത്തിന്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ശുശ്രൂഷകളുടെ ഹാലുയ പങ്കാളിത്തത്തെ അവിടെ കാണിക്കുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ നിന്റെ ശരീരത്തിൽ നീ ജഡിക ചിന്തയിലാകരുത്. നീ വലിയവനാ, മറ്റുള്ളവരെല്ലാം ഒന്നുമില്ല, ഞാനാണ് വലിയവനെന്നുള്ള ചിന്ത കൊള്ളത്തില്ല. നിനക്ക് വീഴ്ച സംഭവിക്കും. അത് ജഡിക ചിന്തയാ, ദൈവം അതിൽ പ്രസാദിക്കത്തില്ല. ആ ശുശ്രൂഷകളുടെ കുറെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി അതെല്ലാം ഒന്ന് കാണാതെ പഠിച്ചു എന്നൊക്കെ ശുശ്രൂഷയാണെന്ന് 3 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ, ദൈവത്തിന് പ്രസാദമുള്ള യാഗം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് ദൈവമക്കളോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരുടെ ബന്ധത്തിലും എങ്ങനായിരിക്കണമെന്നാണ് 9 തൊട്ടുള്ള വാക്യം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജീവിതം പ്രാക്ടിക്കൽ ലൈഫിലുണ്ടെങ്കിൽ യു വിൽ പ്ലീസ് ഗോഡ്, യു വിൽ ബി എ സാക്രിഫൈസ് ദാറ്റ് പ്ലീസസ് ഗോഡ്. ചിലരൊക്കെ ആരാധനയ്ക്ക് കൊള്ളാം, വെളിയിലോട്ട് ഇറങ്ങിയതിന്റെയൊക്കെ സ്വഭാവം ഡിഫറെന്റ് ആണ്. ഹല്ലേലൂയ. അന്യഭാഷയിൽ ആരാധിക്കുന്ന കാണാം, പക്ഷേ അപ്പനെ അമ്മയെ നോക്കുന്നതുമല്ല എന്ന് പറയുന്നത് പോലെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയല്ല, പ്രാക്ടിക്കൽ ലൈഫിൽ നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കണം. ബിക്കോസ് വർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. വർഷിപ്പ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിരിക്കുന്ന പാട്ടാണെന്നാണ്. നമുക്ക് ആരാധിക്കാം എന്ന് ഭാഷ പറയുമ്പോൾ ഏത് പാട്ടാ? ആദ്യം പാട്ടാ വരുന്നത്. ഏത് പാട്ടാ? ഫാസ്റ്റ് ട്രാക്ക് വേണോ, സ്ലോ ട്രാക്ക് വേണോ, അതോ മിഡിൽ ട്രാക്ക് വേണോ? ഏത് പാട്ടാ? പാട്ടല്ലെന്നേ ആരാധന. ആരാധന പാട്ടല്ല. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പൗലോസ് ഇവിടെ ശരിക്കും എഴുതി വെച്ചിരിക്കുന്നു. നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി നിന്റെ ശരീരം സബ്മിറ്റ് ചെയ്യുമ്പോൾ ആരാധന. 3 നിലയിൽ ആ സബ്മിഷൻ വെളിപ്പെടണം. ഒന്ന്, പേഴ്സണൽ ലൈഫ് ടു ഗോഡ്. നിന്റെ പേഴ്സണൽ ലൈഫിൽ നിന്റെ ബോഡി ദൈവത്തിന്റെ കരങ്ങളിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. 2, when your spiritual ministry, spiritual responsibilities, ദൈവത്തിന്റെ വിശുദ്ധ സഭായോഗത്തിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നീ പങ്കാളിത്തം വഹിക്കുന്നത്, നിനക്ക് ദൈവം തന്ന വരമനസ് പാവിരിക്കാനാണോ, ബാത്റൂം കഴിയാനാണോ? ഇവിടെ ഇതിനൊന്നും ആരും അങ്ങനെ വരമുള്ളവർ ആരും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പാവിരിക്കുന്നവർക്കുള്ള വരം, ബാത്റൂം കഴിയുന്ന വരം, ഹല്ലേലൂയ, കസാര എടുക്കാനുള്ള വരം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. വല്ലപ്പോഴും ഒക്കെ ഈ ഹോള് വന്ന് തൂക്കാനുള്ള വരം. കഴിഞ്ഞ ദിവസം കണ്ട റോബർട്ട് ബ്രദറും വൈഫും കൂടെ വന്നിവിടെ തൂത്തെന്ന് ഞാൻ കേട്ടു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ ഉള്ളവർ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അന്യഭാഷ മാത്രം പറഞ്ഞാൽ മതിയോ? ബാക്കി എത്രയോ ശുശ്രൂഷകൾ കിടക്കുന്നു. പോളിവിടെ നിരത്തിയിരിക്കുന്നു എത്രയോ ശുശ്രൂഷകൾ. ഇതിനൊന്നും ആളില്ലെന്ന് ഇവിടെ. ഹല്ലേലൂയ. സുവിശേഷം പറയാൻ പറ്റത്തില്ല, 2 പേരെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരോരോ സഭയെ വരുന്നില്ല, പിന്നെ മറ്റുള്ളവരെ കൊണ്ടുവരുന്നത്. ഞാൻ വിളിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കാമെന്ന്. ഹല്ലേലൂയ. ഒരു ഉപദേശം പറയാ, ഞാൻ എന്നെ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ പുള്ളി പറഞ്ഞ ഡയലോഗ് ഇതാണ്, ഞാൻ വല്ലവിധേനയും എങ്ങനെയും ഒന്ന് വരണമെന്ന് പറഞ്ഞിരിക്കുക. ഈ സൺഡേയിലെങ്കിലും എനിക്കൊന്ന് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ പുള്ളിയോട് ഒരു ആത്മാവിനെ സഭയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യം. പുള്ളി എങ്ങനെയും കഷ്ടിച്ച് വരാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സാഹചര്യം. ഞാൻ എന്നെ തന്നെ കൊണ്ടുവരുന്ന എന്ത് പാടുപെട്ടാന്നറിയാമോ ഭാഷ? ഞായറാഴ്ച രാവിലെ എഴുന്നേക്കണം, സ്തോത്രം, എന്ത് ബുദ്ധിമുട്ടില്ല ഞാൻ എന്നെ തന്നെ. പിന്നെ ഇനി മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരുന്നത്. കർത്താവേ സ്തോത്രം. ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞാൽ ജനറലായിട്ട് അങ്ങ് പറഞ്ഞതാണ്.
രണ്ടാമത് നിന്റെ ആരാധന മീറ്റിംഗിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ആത്മീക ശുശ്രൂഷയിൽ നീ വഹിക്കുന്ന പങ്കാളിത്തം. ഞാൻ ചർച്ചിൽ മാത്രം സൺഡേയിൽ 2 ദിവസം 2 മണിക്കൂർ വന്നിരുന്നിട്ട് ആമീൻ പറഞ്ഞു സ്തോത്രം പറഞ്ഞു പോകുന്നതല്ല കമ്മിറ്റ്മെന്റ്. ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ കമ്മിറ്റഡ് ക്രിസ്ത്യൻ. ദൈവസഭാ യോഗത്തിൽ കൂട്ടായ്മയിൽ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന, സഭയ്ക്ക് വേണ്ടി ജീവിതം പ്രതിഷ്ഠിക്കുന്ന, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കർത്തദാസന്മാർക്ക് കൈത്താങ്ങലായി കൊടുക്കുന്ന, ദൈവം ഏൽപ്പിച്ച വ്യത്യസ്ത കൃപാവരങ്ങൾ, ദൈവം കൊടുത്ത വരമനുസരിച്ച് ദൈവത്തിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്ന ദൈവമക്കളെ ആവശ്യം. നീ അങ്ങനെ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ നിന്റെ ആരാധന പൂർണ്ണമല്ല. പാട്ട് പാടിയിട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു പാട്ടല്ല ആരാധന, ഈ ലൈഫ് സ്റ്റൈൽ ആരാധന. ആരാധനയുള്ളവർ പ്രകടിപ്പിക്കുന്ന ശബ്ദമാകണം പാട്ട്. ഹല്ലേലൂയ. ആരാധനയുള്ളവരാ പാട്ട് പാടി സ്തുതിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നവരാ പാട്ട് പാടിയാൽ വിടുതൽ. ഇവര് പാട്ടുപാടി ആത്മാവിനെ കെട്ടാൻ ശ്രമിക്കുന്ന ഇത് ഒരു വലിയ വിഷയം. പാട്ടുപാടി അവസാനത്തെ പാട്ടാകുമ്പോൾ ആത്മസാന്നിധ്യം, ശരീരം ദൂരെ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല. ഇതാകെ ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയം അല്ലേ. ഞാൻ അധികം ഡോക്ടറിലേക്ക് പോകില്ല, സത്യകാര്യം പറയുന്നത്. ദൈവസഭയുമായി ഒരു കമ്മിറ്റ്മെന്റുമില്ല, ഒരു ഉത്തരവാദിത്വമില്ല, യാതൊന്നുമില്ല. ഞായറാഴ്ച വരും, വന്നാൽ തന്നെ സമയത്ത് വരത്തില്ല. പിന്നെ ക്ലോക്കെ നോക്കിയിരിക്കും, എങ്ങനെയും പോകണം, ബുദ്ധിമുട്ടാണ്, ഞരങ്ങുക, പലവിധേനയും ഞരങ്ങുക. എൻ്റെ ദൈവമേ, അങ്ങനെയല്ല. വ്യത്യസ്തമായി കർത്താവ് എന്നെ ദേശത്ത് കൊണ്ടുവന്നു, എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. വ്യത്യസ്തമായ ശുശ്രൂഷ ദൈവം എനിക്ക് തന്നതിൽ ഞാൻ പങ്കെടുക്കും, ഞാൻ പങ്കാളിയാകും. ഹല്ലേലൂയ. അങ്ങനെ മനസ്സുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. പ്രസംഗിക്കാനായിരിക്കുകയല്ല വരം, പക്ഷെ പ്രാർത്ഥിക്കാൻ വരം കാണും. പ്രാർത്ഥിക്കാനായിരിക്കുകയല്ല വരം, പക്ഷെ കൊടുക്കുവാൻ വരം കാണും. കൊടുക്കാനായിരിക്കുകയല്ല വരം, പക്ഷെ ചിലരുടെ കണ്ണുനീരൊപ്പം നിനക്ക് വരം കാണും. ഹല്ലേലൂയ. വ്യത്യസ്ത വരങ്ങൾ, വ്യത്യസ്ത കൃപകൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നവർക്കായി സ്തോത്രം. അങ്ങനെ ഉപയോഗിച്ചെങ്കിലേ അത് വർഷിപ്പായി തിരികെയുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ പ്രാക്ടിക്കൽ ഡെയിലി ലൈഫിൽ, മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തിൽ, സഭയോടും സഭയ്ക്ക് പുറത്തുള്ള ജനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നാണ് ഈ വാക്യം വായിപ്പിച്ച് നിർത്തുക. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് തീർക്കുക കേട്ടോ. അല്ലെങ്കിൽ വായിച്ചോ, ഒന്നുകൂടെ 9-ാം വാക്യം. കാണാ പഠിച്ചോണം, നിർത്തുക. നിങ്ങൾ കാണാ പഠിച്ചില്ലേ, ഞാൻ നിങ്ങളെ കാണാ പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. 3 മണി ആയാലും വേണ്ടി. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സ്നേഹം അതൊരു വാക്യമാണ്. സ്നേഹം ഓരോ വാക്യത്തിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കണേ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഈ വ്യാജം കാണിക്കുന്ന സ്നേഹഭാവം എല്ലാം നിർത്തണം. ഒരു കോർപ്പറേറ്റ് ബിസിനസ്സിലൊക്കെ കാണുന്ന പോലെ എന്നാ ചിരിയാ. ചായക്കടലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടാ ചായയൊക്കെ എടുത്തോണ്ട്, ഭാര്യ പോലും എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കത്തില്ല ചായ തരുമ്പം. എന്താ സ്നേഹമാണ് ഇവർക്കപ്പോൾ. റെയിൽവേ സ്റ്റേഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാറേ ചായ തരട്ടെ എന്നൊക്കെ പറയുന്ന ആ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മളോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു. അതൊരു ബിസിനസ് ചെയ്യുന്ന സ്നേഹമൊന്നുമല്ല. ശ്രദ്ധിക്കുക, പെടുന്നുകൂടാ. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനോട് വെറുത്ത് നല്ലതിനോട് പഠിച്ചു. അടുത്ത വാക്യം. രണ്ടാമത്തെ വാക്യം അത്. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായിവുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നോട്ട് നിൽക്കണം. സഹോദരപ്രീതി, ബ്രദർലി ലവ് വേണമെന്ന്. ബ്രദർലി ലവ്, ഫിലദൽഫിയ ബ്രദർലി ലവ്, സഹോദരപ്രീതി. ഇത് ക്രിസ്തുവിലുള്ള ദൈവമക്കളുടെ കാര്യത്തിലാണ് പറയുന്നത് കേട്ടോ. ഓൺ ബ്രദർ സിസ്റ്ററിന്റെ വിഷയമല്ല പറയുന്നത്. ദൈവമക്കളുടെ ഇടയിലുള്ള ബ്രദർലി ലവ്, അതിനകത്ത് സ്ഥായി പൂണ്ടിട്ട് തമ്മിൽ എല്ലാവരും അന്യോന്യം ബഹുമാനിക്കണമെന്ന്. ഓക്കെ, അടുത്തേ. ഇതെല്ലാവരും കാണാതെ പറയും. ഇത് കാണാതെ പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ വിടത്തുള്ളൂ. ശ്രദ്ധിച്ചോ, പെട്ടെന്ന് കാണാം. ആരുടെയും പേര് ഞാൻ വിളിച്ചു പറയും. ഇത് പറയാം, എഴുതിപ്പിച്ച് നിർത്തും. ശ്രദ്ധിച്ചോ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആരാധിക്കാർക്കാ വരുമ്പോൾ ചുമ്മാ വാടി ഇങ്ങനെ ഇരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു 0 വോൾട്ട് 4 വോൾട്ട് ബൾബിന്റെ രീതിയിലൊന്നും വന്ന് ഇവിടെ ഇരിക്കരുതെന്ന്. ഉത്സാഹത്തിൽ മടുപ്പിൽ ആത്മാവിൽ ഒരുപാട് വന്നിരിക്കണം. വന്നിരുന്ന് അങ്ങോട്ട് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. പിന്നെ ആശയിൽ, ദൈവം തന്ന ആശയിൽ സന്തോഷിക്കണം. സിസ്റ്റർ ആശയിലല്ല, ദൈവം തന്ന ഹോപ്പ് എന്ന ആശയിൽ സന്തോഷിക്കണം. സഹോദരിമാർ ആശ എന്ന പേരുള്ളവരെ നോക്കി സന്തോഷിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഹോപ്പ്, ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയിൽ സന്തോഷിക്കണം. പിന്നെ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം. ഒരു ലോങ് സഫറിങ് വേണം, ക്ഷമ വേണം. കഷ്ടതയുള്ള സമയത്ത് കംപ്ലൈന്റ് പറഞ്ഞ് നടക്കരുത്. ഇച്ചിരിയൊക്കെ ക്ഷമിക്കണം, സഹിഷ്ണുത വേണം. പിന്നെ
കണ്ടോ, ഇതൊക്കെ പ്രാക്ടിക്കൽ ലൈഫിലാ, ഡെയിലി ലൈഫിൽ. ഇവിടെയാണ് ദൈവം പ്രസാദിക്കുന്ന യാഗമായി നീ തീരുന്നത്. ചെല്ലി ചിന്തിക്കുന്ന ഹൃദയത്തിൽ വന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞു പോയാൽ അടിപൊളി, കർത്താവ് പ്രസാദിച്ചു. പ്രാക്ടിക്കൽ ലൈഫിൽ ഒന്നുമില്ല, സീറോയാ. സ്തോത്രം. കാണാൻ പഠിച്ചോണ്ടിരിക്കുക, ഓരോരുത്തർ കാണാൻ പഠിച്ചോണ്ടിരിക്കുക. ആരുടെ പേരാ വരുന്നതെന്ന് അറിയത്തില്ല, ഭാഗ്യമുള്ളവരുടെ പേര് വരും. അയച്ചു. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. ഇവിടെ ഫോണിലൂടെ ആരെങ്കിലും നമ്മുടെ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് നമ്മൾ 2 വർഷം മിണ്ടത്തില്ല. ഇവിടെ ഉപദ്രവം എന്ന് പറഞ്ഞാണല്ലോ, പൗലോസിനെയൊക്കെ ഉപദ്രവിച്ചതുപോലെ ശരിക്കും എടുത്തിട്ട് ഫിസിക്കലി അടിച്ച് ശരിയാക്കി മുറിവേൽപ്പിച്ച് ശരിക്കും ഉപദ്രവിച്ച കേസാണ് ഇവിടെ പറയുന്നത്. ഉപദ്രവം, ശരിക്കുള്ള ഉപദ്രവം. ഇങ്ങനെ ഉപദ്രവിച്ചാലും അവരെ അനുഗ്രഹിപ്പീൻ. വഴിയിലിട്ട് നിങ്ങളെ തല്ലി കൊല്ലുന്ന പോലെ എടുത്തിട്ട് അടിച്ച് ആൾക്കാരുടെ മുമ്പിലൊക്കെ എടുത്തിട്ട് രക്തം ഒഴുകുന്ന രീതിയിലൊക്കെ നിങ്ങളെ ആക്രമിക്കുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത്. ഇവിടെ നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അയ്യോ എന്ത് ബുദ്ധിമുട്ടാ. ഇതൊക്കെ നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്ത് പറഞ്ഞാൽ അതാണോ ഉപദ്രവം? ഉപദ്രവം അന്നേരം എന്തുവാ? ശരിക്കും ഉപദ്രവം സഹിക്കണം, അതാണ് പറയുന്നത്. ശ്രദ്ധിച്ചു. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം, കരയുന്നവരോട് കരയണം. ആർക്കെങ്കിലും ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ അവരോട് സന്തോഷിക്കണം. മസിൽ പിടിച്ചിരിക്കരുത്. ഞാനെന്തിനാ അവൻ്റെ സന്തോഷം, അവൻ്റെ സന്തോഷമില്ല, ഞാൻ എന്തിനാ സന്തോഷിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കരുത്. കരയുന്ന ബുദ്ധിമുട്ടുള്ളവരുടെ കൂടെ അവിടെ ചെന്ന് അവരുടെ കൂടെ കരയണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. അവരുടെ കൂട്ടായ്മ അങ്ങനെ കാണിക്കണം. പിന്നെ നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരാണെന്ന് വിചാരിക്കരുത്. വീണ്ടും ആ ടോപ്പിക്ക് പൗലോസ് കൊണ്ടിരുന്നു. നീ തന്നെ വലിയവനാണെന്നുള്ള ചിന്ത നിനക്ക് പാടില്ല. നീ ഹൈലി ഡോണ്ട് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. ആയിരിക്കും. യെസ്. പ്രതികാരം എനിക്കുള്ളത്. അടുത്ത വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം. എഴുതിയിരിക്കുന്ന അടുത്ത വാക്യം കൂടെ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഞാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്, റിക്വസ്റ്റാണ്, അപേക്ഷിക്കുക. നിങ്ങൾ ഈ അധ്യായം കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അധ്യായം ചെയ്യണം. ചില കാണാതെ പഠിച്ചോണ്ട് വരും, ഒരു ബന്ധമില്ലാതെ. നിങ്ങൾ ഈ വാക്യം പറയുന്ന പോലെ ചെയ്യണം. പൗലോസ് പറഞ്ഞ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 ലെവലുകളും കംപ്ലീറ്റ് ആകണം. ഇങ്ങനെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ റോമർക്കെഴുതിയ ലേഖനം 12-ാമത്തെ വാക്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. എന്താണ്? ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ, ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഡു നോട്ട് ബി കൺഫോംഡ് to the patterns of this world. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി. പൗലോസ് പറഞ്ഞ വചനപ്രകാരം ജീവനും നിങ്ങളുടെ ശരീരത്തെ ജീവനും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് വിത്ത് ഗോഡ്, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും നിങ്ങളുടെ ശുശ്രൂഷ കൂട്ടായ്മയിൽ നിങ്ങൾ കാണിക്കുന്ന പങ്കാളിത്തം, നിങ്ങളുടെ ജീവിതം എങ്ങനെ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദവും നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫ് വിത്ത് അതർ പീപ്പിൾ സമർപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു റിന്യൂഡ് ട്രാൻസ്ഫോംഡ് മൈൻഡ് സെറ്റ് വേണം. രൂപാന്തരപ്പെട്ട മനസ്സ് പുതുക്കിയിരുവാൻ. മനസ്സാന്തരപ്പെട്ടപ്പോൾ മനസ്സ് മാറിയതല്ലേ? അയ്യോ, മനസ്സ് മാറ്റം പോരാ. നമ്മുടെ അകത്ത് വീണ്ടും ജഡീയ ചിന്തകളുണ്ട്. You need a transformation in your mind. അതിന് മനസ്സ് പുതുക്കണം. വചനത്തിന്റെ ശക്തിയാൽ മനസ്സ് പുതുക്കണം. വചനം ഇടപെടും. ദൈവവചനം ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ തോട്ട് പ്രോസസ് പ്രാപിച്ച് നിന്റെ കാർണൽ തോട്ട് പ്രോസസ്സിനെ മാറ്റി ദൈവത്തിന്റെ തോട്ട് പ്രോസസ് അവിടേക്ക് കൊണ്ടുവരണം. അവിടെയാ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ദൈവത്തിന്റെ കിങ്ഡം ചിന്താഗതിയും തോട്ട് പ്രോസസ്സും പ്രാപിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജഡീകന്മാരായ ജഡീകരെ പോലെ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്തതും പറഞ്ഞ് ഒക്കെ ചെയ്യും. ഈ വിഷയത്തിൽ റിലേറ്റഡ് ആയി ഒരുപാട് ടീച്ചിങ്സ് ഉണ്ട്. ഞാൻ ബ്രീഫാക്കി തന്നതാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം.
3 തട്ടായി ഞാൻ തന്നെ പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ ബോഡി ഷുഡ് സബ്മിറ്റ് ടു ഗോഡ്. 2, നിങ്ങളുടെ സ്പിരിച്വൽ ദൈവം എല്ലാവർക്കും ഓരോ ശുശ്രൂഷ തന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളെ തന്നെ പ്രയോജനപ്പെടുത്തണം. That way you please God. 3, നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കുറെ ലിസ്റ്റുണ്ടല്ലോ. നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കേൾപ്പിച്ച വചനത്തിന് മുമ്പ് ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണല്ലോ, രൂപാന്തരപ്പെടുന്നതാണല്ലോ. കർത്താവേ, നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിനും പ്രസാദവുമുള്ള ജീവിതമായി സമർപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ രൂപാന്തരപ്പെട്ട ഒരു മനസ്സ്, ചിന്താഗതി, ഒരു കിങ്ഡം ഹാർട്ട് ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങൾ വചനത്തിൽ വായിച്ചതുപോലെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഈ വചനം നിന്റെ മക്കൾക്ക് അനുഗ്രഹമാകണം. ഈ ആഴ്ച വലിയ ദൈവകൃപയിൽ ഞങ്ങളെ നടത്തണം. അങ്ങയുടെ വചനത്തിനുമേ സമർപ്പിക്കുന്ന പ്രാർത്ഥന കടന്നാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.